ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇഷാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തക്കാളി പഴുത്തിട്ടുണ്ട്, അപ്പോൾ അത് വിളവെടുപ്പാണ് കേട്ടോ. നമുക്ക് തക്കാളി പറിക്കാൻ പോവാം. ഗായ്സ് കണ്ടോ, ഇവിടെയൊക്കെ ചോന്ന് നിൽക്കുന്നുണ്ട്. നമുക്കത് പറിച്ചാലോ? കുറേ എണ്ണങ്ങൾ പഴുത്തുണ്ട് കേട്ടോ, ഒക്കെ നമുക്ക് പറിക്കാം. അപ്പോൾ ആദ്യം അതൊക്കെ പറിക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ് കണ്ടോ, തക്കാളി ഞാൻ പറിച്ച് കാണിച്ചു തരാം. ഗൈസ്, ചുവന്ന തക്കാളി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട്. നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഈ തക്കാളിയും പറിച്ചിട്ടുണ്ട്. ഗൈസ് ഒന്നിങ്ങനെ വരണ്ടേ? അപ്പോൾ ഗൈസ്, കാക്കച്ച് കൊത്താതെക്കാൻ വേണ്ടിയിട്ട് കവർ ഇവിടെ ഞാൻ കെട്ടി വെച്ചാണ്. അത് ഇനി ഇത് ഊരിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് കറക്കി കേട്ടോ ഞാൻ. അത് ഗൈസ് ഒന്നുകൂടി പറിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര നമുക്ക് ഇങ്ങോട്ട് വെക്കാം. കൈയൊക്കെ മുറിഞ്ഞാണ്. കൈ മുറിഞ്ഞ ഗൈസ് അടുത്ത് മുറിച്ചിട്ടുണ്ട്. നല്ല കളറില്ലേ? നമ്മൾ ആദ്യമായിട്ടാട്ടോ തക്കാളി ഉണ്ടാക്കിയിട്ട് പറിച്ചെടുക്കണേ. നല്ല സന്തോഷമുണ്ട് അല്ലേ? നമ്മൾ അടുത്തും പറിക്കാണ്. കുറേ ഉണ്ടായിട്ടിട്ട് കേട്ടോ. ഇനി ഒരുപാട് പച്ച ഉണ്ട് നമുക്ക് മൂത്തതുണ്ടാവും. ഈ കാണുന്നില്ലേ? ഞാൻ തക്കാളി നട്ടിട്ട് ഇത്രയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വളമല്ലേ നട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് വളത്തിൽ നട്ടപ്പോഴാണ് ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായത്. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒക്കെ എടുത്തോ. ഓള് തക്കാളി ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. ഓളെ കയ്യുമ്മ തട്ടി. ഞാൻ ഓളോട് പറഞ്ഞ എടുക്കാം, പോക്ക് തന്നെ പറിക്കണം. ആ മുറി കൂട്ടിയാണ്ട് വെച്ചോ. ശരിയല്ലേ തട്ടിയിട്ടുള്ളൂ? വീണ്ടും കിട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൊറേ ആയിട്ടുണ്ട് കേട്ടോ. അതാ ഒന്നും കൂടി ആയിമേ. അവിടെ ഒന്ന് ഒളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്നും കൂടി ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലാണ്. നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതാ വേഗം പറിച്ചോ ഗൈസ്. ആയി നല്ല വലിയ തക്കാളി. ഞാനുണ്ടല്ലോ ഈ തക്കാളി തൈ വാങ്ങിയല്ലേ, നമ്മൾ തക്കാളി വാങ്ങുമ്പോൾ അതിലുള്ള പഴുത്ത് കേടായത് ഞാൻ ഈ പാത്രത്തിൽ ഞാൻ നട്ടതേന്ന് കേട്ടോ. മണ്ണൊക്കെ എടുത്ത് രസം വളമൊക്കെ ഇട്ട് അതിൽ നട്ട്. അത് നല്ല പോലെ ഉണ്ട് വളർന്ന് വന്ന്. ഗൈസിൻ്റെ കൈ മുറിഞ്ഞിട്ടോ. ഗൈസ്, ഞാൻ പറിച്ചപ്പോൾ ഒരു പച്ച തക്കാളി പോന്നേ. അപ്പം ഇത്രയും തക്കാളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പോൾ ഗൈസ് നമ്മൾ ചീര പറിച്ചോണ്ട് കേട്ടോ. നമുക്ക് ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പടവല വള്ളി കയറിയുണ്ട് കേട്ടോ. ഉണ്ടാവുമോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ചീരൊക്കെ അമ്മ പറിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഇറക്കാം, അവിടെ ഉണ്ട് കുറേ. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. ആ ചീരയും പറിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ അമ്മ. നമുക്ക് കഞ്ഞിക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ ഒരു പൊടിയരി കഞ്ഞി കുടിക്കലുണ്ട്. നിങ്ങളൊക്കെ കുടിക്കലുണ്ടോ? അതിലേക്കുള്ള തോരനാട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ.
നമുക്കൊന്നൊരു അടിപൊളി തോരൻ വെക്കണം. അടിപൊളി തോരൻ വെക്കണം ഗൈസ്. അതിന് വേണ്ടി ചുമ്മാ പറിക്കുകയാണ് കേട്ടോ. നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ചീരയാണ് മക്കളെ. എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കി. പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ പിന്നെ പറിക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയ വളം അങ്ങോട്ട് ഉണ്ടാക്കി ഒഴിച്ചുകൂടി ചീരയൊക്കെ നട്ടിട്ടാവും സന്തോഷം. നമുക്കിതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ, നമ്മൾ നട്ടിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ. അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേപോലെ എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയും ചീരയും ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ്. നല്ല സന്തോഷമായിട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കണം. ഇവിടെ പണിയുണ്ടാവും. ഒന്ന് പച്ച പറിച്ച്, ഇത് പറിച്ചപ്പോൾ വീണതാട്ടോ ഒരു പച്ച. ഗൈസ്, നമുക്ക് എത്ര എണ്ണിയൊക്കെ 1 2 3 4 5 6 7 8 9 10 എണ്ണം നല്ല പഴുത്തത് ഇട്ടിട്ടോ. ഇത്രയൊന്നും ഇതുവരെ നമ്മൾ കുഴിച്ചിട്ട് നോക്കിയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. നല്ല അടിപൊളിയായിട്ട് ഇതേമാതിരി ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഗൈസ്? അപ്പം ഗൈസ്, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ് ഇൻഷാ ഇഷാൻ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ഒന്നുകൂടി ഞാൻ പറഞ്ഞാണ്. കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനാണ് കേട്ടോ. നിങ്ങളെ കമൻറ്റൊക്കെ വായിച്ച് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.